Next topic is fading. Fading is the change in signal strength at receiver. Receiver side signal strength variation. That's fading. The main causes of fading are variations in ionospheric condition and multipath reception. Two reasons ionosphere condition variation, then multipath reception. Ionosphere different layers നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ലെയേഴ്സിൻ്റെ ഓരോ ലെയറിന് പ്രത്യേകതകൾ ഡേ നൈറ്റ് ഒക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അയണോസ്ഫിയറിക് ലെയേഴ്സിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസിലുള്ള വേരിയേഷൻസ്, അതുപോലെ തന്നെ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ, ഇത് രണ്ടുമാണ് എന്ത് വരുന്നത്, റീസൺസ് ഫോർ ഫേഡിങ് വരുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സോളിഡ് ലൈനും കാണിക്കുന്നുണ്ട്, അതുപോലെ ഡോട്ടഡ് ലൈനും കാണിക്കുന്നുണ്ട്. ആ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് പാത്ത് ഡ്യൂ ടു അയണോസ്ഫിയറിക് ഷിഫ്റ്റ്. ഓക്കെ, അയണോസ്ഫിയറിക് ഷിഫ്റ്റ് കാരണമുള്ള പാത്ത്. അതുപോലെ തന്നെ സോളിഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ആക്ച്വൽ പാത്താണ് സോളിഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. സിഗ്നൽ പാത്ത് 1ഉം സിഗ്നൽ പാത്ത് 2 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത പോയിൻറ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. As the ionosphere is not stable and electron density changes, signal path length changes and hence there will be a change in phase. This causes received signal strength to change. നമുക്കറിയാം അയണോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മെയിൻലി ടെമ്പറേച്ചറിനെ അല്ലേ, അല്ലെങ്കിൽ സണ്ണിൻ്റെ പൊസിഷനെ മെയിൻലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ ആ ഡിഫറെൻറ്റ് ലെയേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ചിട്ട് സിഗ്നൽ പാത്തിൻ്റെ ലെങ്ത്തിലും ചേഞ്ചസ് ഉണ്ടാവും. അത് ആ ലെങ്ത്തിൽ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ഫേസിന്, അതായത് റിസീവർ സൈഡിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദ ടൈപ്സ് ഓഫ് ഫേഡിങ് ആർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേഡിങ് എന്ന് പറയുന്നത് മൾട്ടിപാത്ത് ഫേഡിങ്, സെലക്റ്റീവ് ഫേഡിങ്, ദെൻ ഇൻ്റർഫിയറൻസ് ഫേഡിങ്, അബ്സോർപ്ഷൻ ഫേഡിങ്, പോളറൈസേഷൻ ഫേഡിങ് ആൻഡ് സ്കിപ്പ് ഫേഡിങ്. അതിനകത്തുള്ള ഓരോന്നും പറയാം. ആദ്യം വരുന്നത് മൾട്ടിപാത്ത് ഫേഡിങ് ആണ്. മൾട്ടിപാത്ത് ഈസ് സിംപ്ലി എ ടേം used to describe multiple paths a radio wave may follow between transmitter and receiver. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ഇടയിൽ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പാത്സ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, സച്ച് പ്രൊപ്പഗേഷൻ പാത്സ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് വേവ്, അയണോസ്ഫിയറിക് റിഫ്രാക്ഷൻ, റേഡിയേഷൻ ബൈ ദ അയണോസ്ഫിയറിക് ലെയർ, റിഫ്ലക്ഷൻ ഫ്രം ദ എർത്ത് സർഫസ് ഓർ ഫ്രം മോർ ദാൻ വൺ അയണോസ്ഫിയറിക് ലെയർ ആൻഡ് സോ ഓൺ. അപ്പോൾ ആ പാത്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഗ്രൗണ്ട് വേവ് സർഫസ് വേവ് പ്രൊപ്പഗേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് റേയും ഇൻഡയറക്റ്റ് റേ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിഗ്നൽ തന്നെ നമുക്ക് പല രീതിയിൽ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അതായത് ഡയറക്റ്റ് പ്രൊപ്പഗേഷൻ ആവാം, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വേറെ എന്ത് വരുന്നു, അയണോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം അത് സെയിം വേവ് വേറൊരു പാത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ റേഡിയേഷൻ ബൈ ദ അയണോസ്ഫിയറിക് ലെയർ, റിഫ്ലക്ഷൻ ഫ്രം എർത്ത് സർഫസ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷന് റീസൺ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു വേവ് ഒരു പാത്തിന് പകരം മൾട്ടിപ്പിൾ പാത്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റിസീവർ സൈഡിലോട്ട് എത്തുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി പാത്ത് ഫേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഫിഗർ നോക്കുക. ഇപ്പോൾ ഈ ഫിഗറിൽ ഇപ്പോൾ ട്രാൻസ്മിറ്റർ എക്സ്, റിസീവർ സെഡ്. ഓക്കെ, ഇത് ടി എക്സ്, ഇത് ആർ എക്സ്. അപ്പോൾ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിനിടയിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആദ്യത്തെ നോക്കുക XYZ എന്ന് പറഞ്ഞ ഒരു പാത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണത്തെ ബേസിക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനാണ് വരുന്നത്, XYZ എന്ന് പറഞ്ഞ പാത്ത്. ദെൻ വേറൊരു പാത്ത് വരുന്നത് XFZ എന്ന് പറഞ്ഞിട്ട്, ഈ പാത്ത് XFZ എന്ന് പറയുന്നത്. XFZ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ദ വേവ് ഫ്രം എഫ് ലെയർ ഓഫ് ദ അയണോസ്ഫിയർ, ദാറ്റ് ഈസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്. അതിനകത്ത് എഫ് ലെയറിൽ തട്ടിയിട്ട് റിഫ്രാക്ട് ചെയ്തിട്ട് എന്ത് വരുന്നു, തിരിച്ച് റിസീവറിലോട്ട് വരുന്നു.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാത്ത് വരുന്നുണ്ട്. അപ്പോൾ സെയിം ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ തന്നെ രണ്ട് പാത്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത് റിസീവറിലെത്തുന്നു. XYZ എന്ന് പറഞ്ഞ പാത്ത്, ദാറ്റ് ഈസ് ഗ്രൗണ്ട് വേവും XFZ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ വേവാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ സിഗ്നൽ, രണ്ട് സിഗ്നൽസ് ഒരേ സിഗ്നൽ തന്നെയാണ് രണ്ട് പാത്ത് വഴി വരുന്നു. അപ്പോൾ ആ വരുന്നത് റിസീവറിലെത്തുന്നത് എത്തുന്ന സമയത്ത് രണ്ടും സെയിം ഫേസ് ആവാം, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസ് ആവാം അല്ലേ. സെയിം ഫേസ് ആണെങ്കിൽ നമുക്കറിയാം അത് ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടുന്നു. ഡിഫറെൻറ്റ് ഫേസ് ആകുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിലോ അല്ലെങ്കിൽ അറ്റിന്യൂവേഷനൊക്കെ ഒക്കെ അറിയാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും മിക്കവാറും അവിടെ വരിക. അപ്പോൾ അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദർ ഈസ് എ വേരിയേഷൻ ഇൻ ദ സിഗ്നൽ സ്ട്രെങ്ത് അറ്റ് ദ റിസീവർ സൈഡ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫെയ്ഡിങ് ആണ്? മൾട്ടി പാത്ത് ഫെയ്ഡിങ് ആണ്. അപ്പോൾ ഒരു സിഗ്നൽ ഡിഫറെൻറ്റ് പാത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റിസീവറിലെത്തുന്നു. ദാറ്റ് കോസസ് എ ഫെയ്ഡിങ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇതേ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ വരുന്നത് XEA എന്ന് പറഞ്ഞിട്ട്, ഇത് ട്രാൻസ്മിറ്റർ, ഇത് റിസീവറുമാണ്. ഓക്കെ, XEA എന്ന് പറയുന്നത് ഈ ലെയറിൽ തട്ടി സ്കൈ വേവ് പ്രൊപ്പഗേഷനാണ്. പക്ഷേ ഈ ലെയറിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്രാക്ട് ചെയ്ത് റിസീവറിലെത്തുന്നു. ദെൻ അടുത്ത പാത്ത് വരുന്നത് XFZ, ദെൻ ZFA. ഓക്കെ, XFZ അതായത് XFZ എന്ന് പറയുമ്പോൾ എക്സിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, ദെൻ എഫ് ലെയറിൽ തട്ടി റിഫ്രാക്ട് ചെയ്ത് എർത്തിലെ Z എന്ന് പറഞ്ഞ പോയിന്റ് അവിടുന്ന് എഗെയിൻ റിഫ്ലക്ഷൻ ആ സിഗ്നലിന് എഗെയിൻ എഫ് ലെയറിലെത്തുന്നു. എഫ് ലെയറിൽ തട്ടി റിഫ്രാക്ട് ചെയ്ത് എഗെയിൻ എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ Z എന്ന് പറഞ്ഞ പോയിന്റ് ഒരു എർത്തിലെ സർഫസിൽ ഒരു പോയിന്റ് ആവാം. ഇവിടെ രണ്ട് തവണ എഫ് ലെയറിൽ തട്ടിയിട്ട് എന്ത് വരുന്നുണ്ട്? റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ രണ്ട് തവണ തട്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്കവാറും XEA എന്ന് പറഞ്ഞ സിഗ്നൽ, നമ്മൾ ആദ്യം പറഞ്ഞ സിഗ്നലിൽ ചിലപ്പോൾ എത്തുന്നത് നേരത്തെ എത്താം, രണ്ടാമത് വരുന്ന സിഗ്നലിന് ചിലപ്പോൾ ഒരു ടൈം ഡിലേ ഒക്കെ അറിയാം. എനിവേ ഇറ്റ് കോസസ് എ വേരിയേഷൻ ഇൻ ദ സിഗ്നൽ സ്ട്രെങ്ത് വിച്ച് ഈസ് റിസീവിങ് അറ്റ് ദ പോയിന്റ് A. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടി പാത്ത് ഫെയ്ഡിങ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ പോയിൻറ്റ്സിൽ കാണിക്കുന്നത്. അറ്റ് പോയിന്റ് Z ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് എ, ആദ്യത്തെ പറയുന്നത് പോയിന്റ് Z, റിസീവിങ് പോയിന്റ് Z ആണ്. ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രൗണ്ട് വേവ് ആൻഡ് സ്കൈ വേവ്. നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ്. ദീസ് ടു സിഗ്നൽസ് ഹാവിങ് ട്രാവൽഡ് ഡിഫറെൻറ്റ് പാത്സ് അറൈവ് അറ്റ് പോയിന്റ് Z at different times. Thus the arriving waves may or may not be in phase with each other. Similar situation may result at point A. Another path, എയിലെ രണ്ട് പാത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ എ ട്രാവലിംഗ് വേവ്, ദാറ്റ് പാത്ത് ആൻഡ് വൺ ട്രാവലിംഗ് XEA പാത്ത് മേ ഓർ മേ നോട്ട് ബി അറൈവ് അറ്റ് പോയിന്റ് എ ഇൻ ഫേസ്. രണ്ട് പാത്തിലൂടെയും ട്രാവൽ ചെയ്യുന്നത് ഇൻ ഫേസ് ആവാം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആവാം. Radio waves that are receiving in phase reinforce each other and produce a stronger signal at the receiving side, while those that are receiving out of phase produce a weak or fading signal. Okay, in phase ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അഡീഷൻ എന്നുള്ളൊരു പ്രോസസ്സ് പോലെയാണ് വരുന്നത്. അത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടും. ദെൻ ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കാക്കും. അപ്പോൾ ഇതാണ് മൾട്ടി പാത്ത് ഫെയ്ഡിങ് വരുന്നത്. അടുത്ത് വരുന്നത് സെലക്റ്റീവ് ഫെയ്ഡിങ് ആണ്. സെലക്റ്റീവ് ഫെയ്ഡിങ് എന്ന് പറയുമ്പോൾ ഫെയ്ഡിങ് റിസൾട്ടിങ് ഫ്രം മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ വാരീസ് വിത്ത് ഫ്രീക്വൻസി സിൻസ് ഈച്ച് ഫ്രീക്വൻസി അറൈവ്സ് അറ്റ് ദ റിസീവിംഗ് പോയിന്റ് വയ ഡിഫറെൻറ്റ് റേഡിയോ പാത്ത്. അപ്പോൾ നമ്മൾക്കറിയാം മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ കാരണം ഉണ്ടാവുന്ന ഫെയ്ഡിങ് ദാറ്റ് വാരീസ് വിത്ത് ഫ്രീക്വൻസി. അത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓരോ ഫ്രീക്വൻസിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസീവിങ് പോയിന്റിലോട്ട് എത്തുന്ന ആ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി അറിയാം. അപ്പോൾ വേവ് ലെങ്ത്ത് കൂടുന്ന സിഗ്നൽ
പാത്ത് ആയിരിക്കില്ല ചിലപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ സിഗ്നൽസിൻ്റെ പ്രൊപ്പഗേഷൻ പാത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ വെൻ എ വൈഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് സൈമിൾട്ടേനിയസ്ലി ഈച്ച് ഫ്രീക്വൻസി വിൽ വാരി ഇൻ ദ എമൗണ്ട് ഓഫ് ഫെയ്ഡിങ്. അപ്പോൾ നമ്മളൊരു വൈഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഓരോ ഫ്രീക്വൻസീസിനും ഡിഫറെൻറ്റ് പാത്ത് ഓഫ് പ്രൊപ്പഗേഷൻ ആയിരിക്കാം. ദാറ്റ് കോസസ് ഫെയ്ഡിങ്. ദിസ് വേരിയേഷൻ ഈസ് കോൾഡ് സെലക്റ്റീവ് ഫെയ്ഡിങ്. ഈ ടൈപ്പ് ഓഫ് വേരിയേഷനെ നമ്മൾ പറയുന്നത് സെലക്റ്റീവ് ഫെയ്ഡിംഗ് എന്നാണ്. സെലക്റ്റീവ് ഫെയ്ഡിംഗ്. When selective fading occurs, all frequencies of the transmitted signal do not retain their original phase and relative amplitude. സെലക്റ്റീവ് ഫെയ്ഡിങ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, റിസീവിങ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എല്ലാ സിഗ്നൽസും അതിൻ്റെ ഒറിജിനൽ ഫേസും ഒറിജിനൽ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡും റീറ്റെയിൻ ചെയ്തുകൊള്ളണമെന്നില്ല. ഓക്കെ, ദിസ് ഫെയ്ഡിങ് കോസസ് സിവിയർ ഡിസ്റ്റോർഷൻ ഓഫ് ദ സിഗ്നൽ ആൻഡ് ലിമിറ്റ്സ് ദ ടോട്ടൽ സിഗ്നൽ ട്രാൻസ്മിറ്റഡ്. Next type of fading is interference fading. It is produced by the interference between rays and by the interference between the waves received at the receiver through different paths. അതായത് റിസീവർ സൈഡിൽ എത്തുന്ന വേവ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഡിഫറെൻറ്റ് പാത്തിലൂടെ വരുന്ന റിസീവ് ചെയ്ത സിഗ്നൽസിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫെയ്ഡിംഗ് ആണ് ഇൻ്റർഫിയറൻസ് ഫെയ്ഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ലെയർ ഹൈറ്റ് അറ്റ് എ ഫിക്സഡ് ഫ്രീക്വൻസി. അതിന് റീസൺ എന്ന് പറയുന്നത് ലെയർ ഹൈറ്റിൽ, അതായത് അയനോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നമ്മൾ പറഞ്ഞു, ആ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഹൈറ്റിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷനാണ് ഇതിന് കാരണം വരുന്നത് അറ്റ് എ ഫിക്സഡ് ഫ്രീക്വൻസി. Type of fading can be reduced by using different diversity techniques. Diversity techniques യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഫെയ്ഡിങ് റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി ടെക്നിക്സ് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഈസ് അബ്സോർപ്ഷൻ ഫെയ്ഡിങ്. ദിസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് വേവ്സ് ബൈ അയണോസ്ഫിയർ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അയണോസ്ഫിയറിലുള്ള അബ്സോർപ്ഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് പറഞ്ഞ സമയത്ത് ഓരോ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി, ഓരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെ അബ്സോർബ് ചെയ്യുന്നു, പാർഷ്യലി അബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അബ്സോർപ്ഷൻ കാരണം ഉണ്ടാകുന്ന ഫെയ്ഡിംഗ് ആണ് അബ്സോർപ്ഷൻ ഫെയ്ഡിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളറൈസേഷൻ ഫെയ്ഡിംഗ്. ദിസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. പോളറൈസേഷനിലുള്ള ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫെയ്ഡിംഗ് ആണ് പോളറൈസേഷൻ ഫെയ്ഡിംഗ് എന്ന് പറയുന്നത്. വെൻ പോളറൈസേഷൻ ചേഞ്ചസ് ദ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് അറ്റ് റിസീവർ ആൻഡ് ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി. ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് പോളറൈസേഷൻ ഡൈവേഴ്സിറ്റിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹൊറിസോണ്ടൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന റിസീവിങ് ആൻറ്റിനയൊക്കെ സെയിം പോളറൈസേഷനിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെർട്ടിക്കലി പോളറൈസ്ഡ് സിഗ്നൽസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ റിസീവിങ് ആൻറ്റിനയും അതേ ടൈപ്പിലുള്ള അതേ പോളറൈസേഷനിലുള്ള ആൻറ്റിന ആയിരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കും, അവിടെ സിഗ്നൽ സ്ട്രെങ്ത്തിലുള്ള വേരിയേഷൻ ഉണ്ടാവും. അതുതന്നെയാണ് പോളറൈസേഷൻ ഫെയ്ഡിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സ്കിപ്പ് ഫെയ്ഡിംഗ്. ദിസ് ഒക്കേഴ്സ് നിയർ ദ സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇത് സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ അടുത്താണ് ഈ ടൈപ്പ് ഓഫ് ഫെയ്ഡിംഗ് പറയുന്നത്. ദ വേരിയേഷൻ ഓഫ് ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ലെയർ കോസ് സ്കിപ്പ് ഫെയ്ഡിംഗ്. അതായത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ലെയർ. ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് യൂസിങ് AGC അറ്റ് റിസീവർ, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ അറ്റ് റിസീവർ. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫെയ്ഡിങ് വരുന്നത്. അടുത്ത് വരുന്ന ഡൈവേഴ്സിറ്റി ടെക്നിക്സ് ആണ്. ഡൈവേഴ്സിറ്റി ടെക്നിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫെയ്ഡിങ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഫെയ്ഡിങ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ഡൈവേഴ്സിറ്റി ടെക്നിക്സ്. ഡൈവേഴ്സിറ്റി ടെക്നിക് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത് ഫ്രീക്വൻസി ഡൈവേഴ്സിറ്റി, ദെൻ സ്പേസ് ഡൈവേഴ്സിറ്റി, പൊളാരിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ടൈം ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വരുന്നത് ഫ്രീക്വൻസി ഡൈവേഴ്സിറ്റിയാണ്. ഹിയർ ട്രാൻസ്മിറ്റർ വിൽ സെൻഡ് 2 or more ഫ്രീക്വൻസി സൈമിൾട്ടേനിയസ്ലി വിത്ത് ദ സെയിം മോഡുലേറ്റിംഗ് ഇൻഫർമേഷൻ. ഒരേ ഇൻഫർമേഷനെ തന്നെ 2 or more ഫ്രീക്വൻസീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സൈമിൾട്ടേനിയസ്ലി നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഫ്രീക്വൻസീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെയ്ഡിംഗ് ആണ് ഒക്കർ ചെയ്യുക. എങ്കിൽ പോലും അതിനകത്തുനിന്ന് ഒരെണ്ണം എന്തായാലും സ്ട്രോങ് ആയിട്ട് റിസീവർ സൈഡിൽ എത്തിയിട്ടുണ്ടാവും. ആ സ്ട്രോങ്ങസ്റ്റ് വണ്ണിനെ എന്ത് ചെയ്യും, റിസീവർ സൈഡിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്മിറ്റർ 1, ട്രാൻസ്മിറ്റർ 2 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ റിസീവർ സൈഡിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. റിസീവർ 1, റിസീവർ 2. Next type of diversity technique is space diversity. Here a single transmitter is used. At the receiving side, 2 or more receiving antennas spaced at 1/2 wavelength apart are used. The signal will fade at one antenna
while it increases at another antenna. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ നമ്മൾ ഡിഫറെൻറ്റ് ആൻറ്റിനാസ് യൂസ് ചെയ്തിരുന്നു. ഇവിടെ ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ ഒരു സിംഗിൾ ആൻറ്റിനേ ഉണ്ടാവുള്ളൂ, പക്ഷേ റിസീവിംഗ് സൈഡിൽ നമ്മൾ മൾട്ടിപ്പിൾ ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നു, വിച്ച് ആർ സെപ്പറേറ്റഡ് ഓർ സ്പേസ്ഡ് അറ്റ് വൺ ഹാഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ/2 അപ്പാർട്ടായിട്ടുള്ള 2 or more റിസീവിംഗ് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ആൻറ്റിനയിലും കിട്ടുന്ന സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡീവിയേറ്റ് ചെയ്യുന്നു. അതിനകത്തു നിന്നുള്ള ബെറ്റർ വണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, റിസീവർ സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഡിഫറെൻറ്റ് ആൻറ്റിനാസിൻ്റെ ആൻറ്റിന 1 ആൻറ്റിന 2 ഓരോന്നും λ/2 ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിലും കിട്ടുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവും. അതിനകത്ത് ബെറ്റർ വണ്ണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ബെറ്റർ വൺ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തേർഡ് വൺ വരുന്നത്, ഹിയർ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പോളറൈസ്ഡ് ആൻറ്റിനാസ് ആർ യൂസ്ഡ് ടു റിസീവ് ദ സിഗ്നൽ. ദ 2 റിസീവേഴ്സ് ആർ കമ്പൈൻഡ് ടു പ്രൊഡ്യൂസ് എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോളറൈസേഷൻ ഫേഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി ടെക്നിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടിക്കലി പോളറൈസ്ഡ് ആൻറ്റിനയും ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആൻറ്റിനാസും നമ്മൾ റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ഔട്ട്പുട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് വരുന്ന ടൈം ഡൈവേഴ്സിറ്റിയാണ്. ഹിയർ സെയിം സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ആസ് ഫെയ്ഡിങ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ്, സം സിഗ്നൽസ് മേ ബി സ്ട്രോങ് ആൻഡ് ഫെയ്ഡിങ് ഈസ് ലെസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ സിഗ്നലിനെ തന്നെ ഡിഫറെൻറ്റ് ടൈമിൽ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫെയ്ഡിങ് എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻ്റാണ്. എന്തുകൊണ്ടാണ് ടൈം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്? ഫെയ്ഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയണോസ്ഫിയറിൻ്റെ കോൺസെൻട്രേഷനാണ്, അയണോസ്ഫിയറിക് ലെയേഴ്സിൻ്റെ കോൺസെൻട്രേഷനാണ്. ഈ അയണോസ്ഫിയറിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ വേരി ചെയ്യുന്നത്? ഇപ്പോൾ ഡേ ടൈമിൽ ഒരു വേരിയേഷനാണ്, ഒരു ടൈപ്പ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന ടൈമിലുള്ള കോൺസെൻട്രേഷനും ടെമ്പറേച്ചർ കുറഞ്ഞ ടൈമിലുള്ള കോൺസെൻട്രേഷനും ഡിഫറെൻ്റ് ആണ് അല്ലേ? അതായത് സണ്ണിൻ്റെ പൊസിഷനെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈമിൽ സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനകത്തു നിന്നുള്ള ബെറ്റർ വൺ, ഫേഡിങ് കുറവുള്ള സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇതാണ് ടൈം ഡൈവേഴ്സിറ്റി ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ടെക്നിക്സ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡക്റ്റ് പ്രൊപ്പഗേഷനാണ്. ഡക്റ്റ് പ്രൊപ്പഗേഷൻ മീൻസ്, ഡക്റ്റ് ഈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീക്കി വേവ് ഗൈഡ് ത്രൂ വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മൂവ്സ് ഇൻ ദ എയർ by successive reflection and refraction. When the signal moves through different layers, signal may suffer from some losses. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ ഒരു ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീക്കി വേവ് ഗൈഡാണ്. ആ വേവ് ഗൈഡിലൂടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ വഴിയാണ്, അല്ലെങ്കിൽ സക്സസീവ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ വഴിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഡക്റ്റ് ഫോം ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ ലെയേഴ്സ് ഓഫ് വാം എയർ ഫോം എബവ് ലെയേഴ്സ് ഓഫ് കോൾഡ് എയർ, ദ കണ്ടീഷൻ നോൺ ആസ് ടെമ്പറേച്ചർ ഇൻവേർഷൻ ഡെവലപ്സ്. അതായത് ഒരു വാം ലെയറിൻ്റെ മുകളിൽ ഒരു കോൾഡ് ലെയർ ഫോം ചെയ്യുക, അതിനെ നമ്മൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയും. ഓക്കെ, ദിസ് ഫിനോമിനൻ കോസസ് ducts or channels to be formed by sandwiching cool air either between the surface of the earth and a layer of warm air or between 2 layers of warm air. ഇനി ഈ ഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ വഴിയാണ് ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ആ ഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാൻഡ്വിച്ച് മോഡലാണ് വരുന്നത്. കൂൾ എയർ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ലെയർ ഓഫ് എ വാം എയർ. അതപ്പോൾ ഇത് എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ ഈ സർഫസിൻ്റെ ഇടയിൽ ഒരു കൂൾ ലെയർ ഉണ്ടാവും, ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു വാം എയർ ഉണ്ടാവും. ഓക്കെ, അതല്ലെങ്കിൽ കൂൾ ലെയർ ബിറ്റ്വീൻ 2 ലെയേഴ്സ് ഓഫ് വാം എയർ, 2 ലെയർ വാം എയർ ഉണ്ട്, അതിൻ്റെ നടുവിലായിട്ട് കൂൾ ലെയർ ഓഫ് എയർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന എക്സ്റ്റെൻഡ്സ് ഇൻ ടു സച്ച് എ ഡക്റ്റ് or if the radio wave enters the duct at a very low angle of incidence, VHF and UHF transmissions may be propagated far beyond normal line of sight distances. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡക്റ്റിലോട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് വെരി ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദെൻ
അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും ഇൻ ദ കേസ് ഓഫ് VHF ആൻഡ് UHF ട്രാൻസ്മിഷൻസ്. These long distances are possible because of the different densities and refractive qualities of warm and cool air. നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിൻ്റെ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡെൻസിറ്റീസും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയും കാരണം എന്തായിരിക്കും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ പോസിബിൾ ആണ്. The sudden change in densities when a radio wave enters the warm air above the duct cause the wave to be refracted back toward the earth. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആദ്യത്തെ കേസാണ് എർത്തിൻ്റെ മുകളിൽ ഒരു കോൾഡ് എയർ ഉണ്ട്. ആ കോൾഡ് എയറിൻ്റെ മുകളിലായിട്ട് ഒരു വാം എയർ ലെയർ ഉണ്ട്. ഓക്കെ, ദിസ് ഏരിയ എന്ന് പറയുന്നത് കോൾഡ് എയറിൻ്റെ ലെയറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡക്റ്റിലോട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എൻ്റർ ചെയ്തു. ആ എൻ്റർ ചെയ്ത വേവ് മുകളിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ദെൻ അങ്ങനെ ഈ വാം ലെയർ ഓഫ് എയറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഒരു സഡൻ വേരിയേഷൻ ഉണ്ടാവും അല്ലേ, ഡെൻസിറ്റിയിൽ ഒരു സഡൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു സഡൻ വേരിയേഷൻ ഉണ്ടാവും. അത് കാരണം എന്ത് ചെയ്യും, ദാറ്റ് വേവ് വിൽ ബി റിഫ്രാക്റ്റഡ് ബാക്ക് ടുവേർഡ് ദ എർത്ത്. അപ്പോൾ അങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത വേവ് then when the wave strikes the earth or a warm layer below the duct, it again reflected or refracted upward and proceeds on through the duct with a multiple hop type of action. An example of radio wave propagation by ducting is shown in figure. അപ്പോൾ അങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേവ് എന്ന് പറയുന്നത് എഗെയിൻ എന്ത് ചെയ്യും, എർത്തിൽ തട്ടും അല്ലേ. എർത്തിൽ തട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ റിഫ്രാക്ഷൻ ഓർ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യും. ദെൻ അത് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എഗെയിൻ റിഫ്രാക്ഷൻ ഒക്കെ ചെയ്യും, എഗെയിൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ഒരു മൾട്ടി ഹോപ്പ് പ്രൊപ്പഗേഷൻ ആക്ഷൻ അവിടെ ഒക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഡക്റ്റ് പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടോപ്പ് ഓഫ് ദ ഡക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഗ്രൗണ്ട് സർഫസ് കാണിച്ചിട്ടുണ്ട്, ദെൻ അറ്റ്മോസ്ഫിയറിക് ഡക്റ്റ് കാണിച്ചിട്ടുണ്ട്, ട്രാപ്ഡ് വേവിൻ്റെ ഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഫിഗറും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഈ ഫോം ചെയ്യുന്ന ഡക്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ട് വാം ലെയറിൻ്റെ നടുവിൽ കൂൾ ലെയർ, തിരിച്ചു ആവാട്ടോ, രണ്ട് കൂൾ ലെയറിൻ്റെ നടുവിൽ വാം ലെയർ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഇത് കൂൾ ലെയറാണ്, ദെൻ ഇവിടെയും കൂൾ ലെയറാണ്, അതിൻ്റെ നടുവിലായിട്ടൊരു വാം എയറാണ് അവിടെ ഡക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് രീതിയിൽ പോവാം. അതല്ലെങ്കിൽ എർത്തും കൂൾ ലെയറും ദെൻ വാം ലെയർ, അങ്ങനെ വേണമെങ്കിൽ ഡക്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, the transmission can be done over a large distance, even 1000 kilometers is possible, and the main requirement for the formation of duct is temperature inversion, that is increase in temperature as height increases. Okay, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഡക്റ്റ് പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എഫക്റ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ അയണോസ്ഫിയറിക് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അയണോസ്ഫിയറിക് വേവ് പ്രൊപ്പഗേഷനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഇൻസിഡൻറ്റ് വേവ്. എ റേഡിയോ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ അറ്റ്മോസ്ഫിയറിക് റീജിയൻ വിച്ച് ആർ നോട്ട് അയനൈസ്ഡ് വിൽ നോട്ട് ബി എഫക്റ്റഡ് ബൈ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. The Earth's magnetic field split up the incident radio wave into two components. This phenomenon is called magneto-ionic splitting. ഇപ്പോൾ നോൺ അയണൈസ്ഡ് റീജിയൻ, അറ്റ്മോസ്ഫിയറിക് റീജിയനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സിനെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അയണൈസ്ഡ് റീജിയനിലൂടെ പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ദ ഇൻസിഡൻറ്റ് റേഡിയോ വേവ് ഇൻ ടു ടു കമ്പോണൻസ്, രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് മാഗ്നെറ്റോ അയോണിക് സ്പ്ലിറ്റിംഗ്. ആ രണ്ട് വേവ്സ് ഏതൊക്കെയാണ്? ordinary waves and extraordinary waves. That are ordinary waves and extraordinary waves. And the properties of ordinary waves are same as the waves without superimposed magnetic field. The extraordinary wave is distinguishable from ordinary wave only in the upper region of F2 layer.
ഇപ്പോൾ ഓർഡിനറി വേവ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത ആ ഫീൽഡിൻ്റെ വേവിൻ്റെ അതേപോലെ തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി വേവിനെ നമുക്ക് ഓർഡിനറി വേവായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുക എവിടെ നിന്നാണ്? അപ്പർ റീജിയൻ ഓഫ് F2 ലെയർ എന്നാണ് നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. The amplitude of extraordinary wave depends on the magnitude of the magnetic field. Magnetic fieldൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. And the two rays bend different amounts by ionosphere and hence they travel through it along slightly different path. രണ്ടിൻ്റെയും റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും മൂവ് ചെയ്യുന്ന പാത്തും ഡിഫറെൻ്റ് ആയിരിക്കും. The rates of energy absorption and velocities of two rays are different. ഓർഡിനറി വേവിൻ്റെയും എക്സ്ട്രാ ഓർഡിനറി വേവിൻ്റെയും എന്താണ് അതിൻ്റെ വെലോസിറ്റിയും അതുപോലെ റേറ്റ് ഓഫ് എനർജി അബ്സോർപ്ഷനും ഡിഫറെൻ്റ് ആണ്. Both the waves have elliptical polarization. Polarization elliptical ആണ്, ബട്ട് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. The critical frequency of extraordinary wave is always higher than critical frequency of ordinary wave. അപ്പോൾ ഇത്രയാണ് എഫക്റ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ഇൻസിഡൻറ്റ് വേവ്, ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എഫക്റ്റ് ഓൺ പോളറൈസേഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവ്. The electrons set in simple harmonic motion in the absence of magnetic field will modified as elliptical or spiral motion in the presence of Earth's magnetic field. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ വരുന്ന എന്താണ് ഇലക്ട്രോൺസിൻ്റെ മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വിൽ ബി മോഡിഫൈഡ് ആസ് എലിപ്റ്റിക്കൽ ഓർ സ്പൈറൽ മോഷൻ. ദെൻ നെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓൺ അറ്റ്യൂനേഷൻ ഓഫ് ഇൻസിഡൻറ്റ് വേവ്. The Earth's magnetic field causes the electron in ionosphere to trace the complex trajectory. The frequency of movement depends on field and charge to mass ratio, that is E/m of the particle. This frequency is called gyro frequency, that is Fg. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യും? അയണോസ്ഫിയറിലുള്ള ഇലക്ട്രോൺസിന് ഒരു കോംപ്ലക്സ് ട്രാജക്ടറി ട്രേസ് ചെയ്യാൻ കാരണമാവുന്നു. ഓക്കെ, ആൻഡ് ആ മൂവ്മെൻറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫീൽഡ് ആൻഡ് ചാർജ് ടു മാസ് റേഷ്യോ, ദാറ്റ് ഈസ് E/m ഓഫ് ദ പാർട്ടിക്കിൾ, ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ഗൈറോ ഫ്രീക്വൻസി. ആൻഡ് ഇഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് വേവ് ഈസ് ഈക്വൽ ടു ഓർ നിയർലി ഈക്വൽ ടു Fg, then there is resonance phenomenon and oscillating electrons receive more energy from incident wave, which in turn increases its velocity. Hence chances of inelastic collision increases and hence attenuation is high. എന്താ പറയുന്നത്? അപ്പോൾ ഈ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി ഗൈറോ ഫ്രീക്വൻസീസിന് ഈക്വലോ അല്ലെങ്കിൽ നിയർലി ഈക്വലോ ആണെങ്കിൽ അവിടെ ഒരു റെസണൻസ് ഫിനോമിന ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വിൽ റിസീവ് മോർ എനർജി ഫ്രം ഇൻസിഡൻറ്റ് വേവ്. അപ്പോൾ നമ്മൾ ആ ഇൻസിഡൻറ്റ് വേവിൽ നിന്ന് കൂടുതൽ എനർജി ആര് റിസീവ് ചെയ്യും? ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രോൺസ് റിസീവ് ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ എനർജി റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി, ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് അവിടെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ അറ്റ്യൂനേഷൻ ഹൈ ആയിരിക്കും. അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന വേവിൽ നിന്നാണ് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഇൻസിഡൻറ്റ് വേവിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് അറ്റ്യൂനേഷൻ ഈസ് ഹൈ. ഈ ഗൈറോ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. Fg ഈസ് ഈക്വൽ ടു Be/2m വിച്ച് ഈസ് ഈക്വൽ ടു 1.417 MHz. ഇനി ഇലക്ട്രോൺസ് പാത്ത് ഫോളോഡ് ബൈ ആൻ ഇലക്ട്രോൺ വൈൽ വൈബ്രേറ്റിംഗ് അണ്ടർ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. അത് 3 കണ്ടീഷൻസ് കാണിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഗൈറോ ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗൈറോ ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി ലെസ് ദാൻ ഗൈറോ ഫ്രീക്വൻസി. ആ സമയത്ത് ഇലക്ട്രോൺസ് ട്രേസ് ചെയ്യുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. എഫക്റ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വേരിയേഷൻസ് ഇൻ ദ അയണോസ്ഫിയർ. അയണോസ്ഫിയറിലുള്ള ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അയണോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലെയേഴ്സ്, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് സൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് അയണോസ്ഫിയർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റേഡിയേഷൻസ് എമിറ്റഡ് ഫ്രം ദ സൺ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അബൌട്ട് ദ സൺ ഓർ ചേഞ്ചസ് ഇൻ ദ സൺസ് ആക്ടിവിറ്റി. ഈ മൂന്നെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻസ് ഫ്രം സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ സൺസ് ആക്ടിവിറ്റി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദീസ് വേരിയേഷൻസ് ആർ ഓഫ് ടു ജനറൽ ടൈപ്സ്, രണ്ട് ടൈപ്സ് വരുന്നത്. Those which are more or less regular and occur in cycles and therefore can be predicted in advance with reasonable accuracy. അതായത് റെഗുലർ ആണ്, സൈക്ലിക് ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. രണ്ടാമത്തത് those which are irregular as a result of abnormal behavior of the sun and therefore cannot be predicted in advance. Both regular and irregular variations have important effect on radio wave propagation. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വേരിയേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റെഗുലർ വേരിയേഷൻ ആൻഡ് ഇറഗുലർ വേരിയേഷൻ. അതല്ലെങ്കിൽ അതിനെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർമൽ വേരിയേഷൻ ആൻഡ് അബ്നോർമൽ വേരിയേഷൻ. നോർമൽ വേരിയേഷനിൽ വരുന്നത് ഡയോണൽ, സീസണൽ ഹൈറ്റ്, തിക്നെസ് വേരിയേഷൻ. അബ്നോർമലിൽ വരുന്നത് സഡൻ അയണോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്, അയണോസ്ഫിയറിക് സ്റ്റോംസ്, സ്പൊറാഡിക് ഇ ലെയർ റിഫ്ലക്ഷൻസ്, ടൈഡ്സ് ആൻഡ് വിൻഡ്സ്, സൺസ്പോട്ട് സൈക്കിൾ, ഫെയ്ഡിങ്, വിസ്ലേഴ്സ് എക്സെട്ര. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. റെഗുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് അഫക്റ്റ് ദ extent of ionization in the ionosphere can be divided into 4 main classes: daily, seasonal, 11-year and 27-day variations. Regular variationsil varunnaanu. Daily എന്ന് പറയുമ്പോൾ daily variations in the ionosphere are result of 24-hour rotation of the earth about its axis. Daily variations of the different layers are summarized as follows. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഡെയിലി വേരിയേഷൻ എങ്ങനെ വരുന്നത്. ഡി ലെയർ എങ്ങനെ വരുന്നത്? ഡി ലെയർ റിഫ്ലെക്ട്സ് VLF waves is important for long range VLF communication, refracts low frequency and medium frequency waves for short range communication and absorb high frequency waves. അപ്പോൾ ഡി ലെയർ ഡെയിലി വേരിയേഷനിൽ വരുന്ന എങ്ങനെ വരുന്നത്? ഡി ലെയർ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലെക്ട്സ് VLF waves which is important for long wave communication and it refracts low frequency and high frequency waves for short range communication and absorbs high frequency waves, has little effect on VHF and above and disappears at night. നമ്മൾ ആ ഡിഫറെൻറ്റ് ലെയേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഈ ലെയർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? അയണൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗിൾ ഓഫ് സൺ and the E layer refracts high frequency waves during the day up to 20 megahertz to a distance of about 1200 miles. Ionization is greatly reduced at night. നൈറ്റ് ആകുമ്പോൾ അയണൈസേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ എഫ് റീജിയൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് ഡേ ആൻഡ് ദ ആംഗിൾ ഓഫ് സൺ. ദിസ് റീജിയൻ കൺസിസ്റ്റ് ഓഫ് one layer during night and is split into 2 layers during daylight hours. Ionization density of the F1 layer depends on the angle of the sun at it. Its main effect is to absorb high frequency wave passing through the F2 layer. ഇതെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അയണോസ്ഫിയർ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ പോയിൻറ്റ്സ് തന്നെയാണ് പറയുന്നത്. അത് ഇവിടെ ഡെയിലി വേരിയേഷൻസ് എന്താണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. And the F2 layer is the most important layer for long distance HF communication. It is a very variable layer and its height and density change with the time of day, season and sunspot activity. അപ്പോൾ ഇത്രയാണ് ഡെയിലി വേരിയേഷൻസ് എങ്ങനെ അയണോസ്ഫിയറിക് ലെയറിനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയണോസ്ഫിയറിക് ലെയറിലുള്ള ഡെയിലി വേരിയേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത്. അതിൽ പറഞ്ഞ ഇനി സീസണൽ 24 hour അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇറഗുലർ വേരിയേഷൻസ് ആണ്. ഇറഗുലർ വേരിയേഷൻസ് ആർ ജസ്റ്റ് ദാറ്റ് അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ ദ അയണോസ്ഫിയർ ദാറ്റ് ക്യാൻ ബി ഡ്രാസ്റ്റിക്കലി എഫക്റ്റ് അവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ വളരെ അധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
ദ മോർ കോമൺ വേരിയേഷൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്പോറാഡിക് ഈ അയണോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്, അയണോസ്ഫിയറിക് സ്റ്റോംസ്, വിസിലേഴ്സ്, സൺസ്പോട്ട് സൈക്കിൾ ആൻഡ് ഫെയ്ഡിങ്സ്. ഇത്രയും ആണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് സ്പൊറാഡിക് ഇ ആണ്. സ്പൊറാഡിക് ഇ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അയണോസ്ഫിയർ പറഞ്ഞപ്പോൾ അവിടെ ഒരു ES എന്ന് പറഞ്ഞൊരു ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇറഗുലർ hood-like patches of unusually high ionization called sporadic E often form at heights near to the normal E layer. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെയറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്പൊറാഡിക് ഇ എന്ന് പറഞ്ഞ ലെയർ ഫോം ചെയ്യുന്നുണ്ടെന്ന്. ദെയർ എക്സാക്ട് കോസ് ഈസ് നോട്ട് നോൺ ആൻഡ് ദെയർ ഒക്കറൻസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഹൗവർ sporadic E is known to vary significantly with latitude. The sporadic E layer can be so thin that radio waves penetrate it easily and are returned to the earth by the upper layers, or it can be heavily ionized and extend up to several hundred miles into the ionosphere. This condition may either harmful or helpful to radio wave propagation. ഈ സ്പൊറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നോർമൽ ഈ ലെയറിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ഈ ലെയർ എന്ന് പറയുന്നത്. സ്പൊറാഡിക് ഈ ലെയർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ വളരെ തിന്നായിരിക്കാം. അങ്ങനെ തിന്നാവുമ്പോൾ നമ്മൾ റേഡിയോ വേവ്സിനെ പെനിട്രേറ്റ് ചെയ്ത് പ്രൊപ്പഗേഷൻ പോസിബിൾ ആണ്. അതല്ലെങ്കിൽ വളരെയധികം ഹൈലി ഡെൻസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പഗേഷന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഹാംഫുള്ളായിട്ടായിരിക്കും ചിലപ്പോൾ അഫക്റ്റ് ചെയ്യുന്നത്, ചില ടൈമിൽ അത് ഹെൽപ്ഫുള്ളായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഹാംഫുൾ ആവുന്നത്, എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓൺ ഹാംഫുൾ സൈഡ് സ്പൊറാഡിക് ഇ മേ ബ്ലാങ്ക് ഔട്ട് ദ യൂസ് ഓഫ് ഹയർ ഓർ മോർ ഫേവറബിൾ ലെയേഴ്സ് ഓർ കോസ് അഡീഷണൽ അബ്സോർപ്ഷൻ ഓഫ് റേഡിയോ വേവ്സ് അറ്റ് സം ഫ്രീക്വൻസീസ്. ഹാംഫുൾ ആവുന്നത് എങ്ങനെയാണ്? അതിനേക്കാൾ മുകളിലുള്ള ഈ ലെയറിൻ്റെ മുകളിലുള്ള നമ്മളെ യൂസ്ഫുൾ ലെയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരാം. അതല്ലെങ്കിൽ അഡീഷണൽ അബ്സോർപ്ഷൻ ഓഫ് റേഡിയോ വേവ്സിനൊക്കെ റീസൺ ആവാം. ഇറ്റ് ക്യാൻ ഓൾസോ കോസ് അഡീഷണൽ മൾട്ടിപാത്ത് പ്രോബ്ലംസ് ആൻഡ് ഡിലേ ദ അറൈവൽ ടൈംസ് ഓഫ് ദ റേസ് ഓഫ് RF എനർജി. അതുപോലെ തന്നെ മൾട്ടിപാത്ത് പ്രോബ്ലംസിനും ഇത് റീസൺ ആവാറുണ്ട്. ഇനി ഹെൽപ്ഫുൾ സൈഡ് പറയുകയാണെങ്കിൽ ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓഫ് ദ സ്പൊറാഡിക് ഇ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ double the critical frequency of normal ionospheric layers. This may permit long distance communication with unusually higher frequencies. അപ്പോൾ ഹെൽപ്ഫുൾ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൊറാഡിക് ഈ ലെയറിൻ്റെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ വാല്യൂ ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയണോസ്ഫിയറിക് ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാവുന്ന മാക്സിമം ഫ്രീക്വൻസിനാണല്ലോ നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ സ്പൊറാഡിക് ഈ ലെയറിൻ്റെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഹൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി റിഫ്ലക്റ്റ് ചെയ്യാവുന്നതിനേക്കാൾ ഹയർ ഫ്രീക്വൻസീസിനെ സ്പൊറാഡിക് ഈയുടെ പ്രസൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് മേ പെർമിറ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ദെൻ it may also permit short distance communication to locations that would normally be in the skip zone. സ്കിപ്പ് സോണിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള കമ്മ്യൂണിക്കേഷൻ അതും ചിലപ്പോൾ അലൗ ചെയ്യാറുണ്ട് in the presence of sporadic E. Then sporadic E can appear and disappear in short time during the day or night and usually does not occur at the same time for all transmitting or receiving stations. ഒരു ഷോർട്ട് ടൈമിൽ എന്ത് ചെയ്യും? ഇത് അപ്പിയർ ചെയ്യും, അത് ഡിസപ്പിയറും ചെയ്യും ഡ്യൂറിങ് ഡേ ഓർ നൈറ്റ് ടൈം. അതുപോലെ എല്ലാ ഏരിയയിലും ഒരേ ടൈമിൽ ഈ സ്പൊറാഡിക് ഈ ഒക്കർ ചെയ്യണമെന്നും ഇല്ല. നെക്സ്റ്റ് വരുന്നത് സഡൻ അയണോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് ആണ്. SID എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ അബ്നോർമലി ഹൈ അയണൈസേഷൻ ഡെൻസിറ്റി ഇൻ D region ഓഫ് ദ അയണോസ്ഫിയർ കോസ്ഡ് ബൈ സോളാർ ഫ്ലെയർ ആൻഡ് ഓർ സോളാർ പാർട്ടിക്കിൾ ഇവൻറ്റ്. ഈ സോളാർ ഫ്ലെയറോ അല്ലെങ്കിൽ സോളാർ പാർട്ടിക്കിൾ ഇവൻറ്റോ കാരണം എന്ത് ചെയ്യുക? D റീജിയനിലുള്ള അയണൈസേഷൻ ഡെൻസിറ്റി ഹൈ ആവുക. അതിനെ എന്ന് പറയുന്നത് സഡൻ അയണോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്. SID റിസൾട്ട്സ് ഇൻ എ സഡൻ ഇൻക്രീസ് ഇൻ റേഡിയോ വേവ് അബ്സോർപ്ഷൻ ദാറ്റ് ഈസ് മോസ്റ്റ് സിവിയർ ഇൻ upper medium frequency and a lower high frequency ranges, and as a result often interrupts or interferes with the telecommunication system. ഇതുകൊണ്ട് എന്നുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ?
ഈ റേഡിയോ വേവ് അബ്സോർപ്ഷൻ ഒക്കെ ചെയ്യും. മെയിൻലി ഇൻ അപ്പർ മീഡിയം ഫ്രീക്വൻസിയിലും ലോവർ ഹൈ ഫ്രീക്വൻസിയിലുള്ള റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിൻ്റെ അബ്സോർപ്ഷൻ അതിന് റീസൺ ആവുന്നുണ്ട്. ദാറ്റ് മേ ഇൻറപ്റ്റ് ഓർ ഇൻ്റർഫിയർ വിത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിൻ്റെ വേറെ 2 പേരുകളാണ് ഡെല്ലിങ്ങർ എഫക്റ്റ് ഓർ മോഗൽ-ഡെല്ലിങ്ങർ എഫക്റ്റ്. Then when solar flare occurs on the sun, a blast of intense UV and X radiation hits the day side of the earth after a propagation time of about 8 minutes. Solar flare occur ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻറ്റൻസ് റേഡിയേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ UV ലൈറ്റ്സിൻ്റെയും എക്സ്റേസിൻ്റെയൊക്കെ ഇൻറ്റൻസ് റേഡിയേഷൻസ് occur ചെയ്യും. This high energy radiation is absorbed by atmospheric particles, raising them to excited states and knocking electrons free in the process of photon ionization. The low altitude ionospheric layer, that is D region, immediately increases in density over the entire daytime. ഇനി ഈ ഹൈ എനർജി റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ് ഇത് അബ്സോർബ് ചെയ്യുന്നു, അതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോ അയണൈസേഷൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ അയണൈസേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഡി റീജിയനിലുള്ള അയണൈസേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. Then short wave radio waves, that is in the HF range, are absorbed by the increased particles in the low altitude ionosphere, causing a complete blackout of radio communication. This is called short wave fading. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അയണൈസേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിലൂടെ പാസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഓഫ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഷോർട്ട് വേവ് ഫെയ്ഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഫെയ്ഡ് ഔട്ട് ലാസ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് ടു എ ഫ്യൂ അവേഴ്സ് and are most severe in the equatorial regions where the sun is most directly overhead. Ionospheric disturbance enhances long wave radio propagation. VLF-നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. SIDs are observed and recorded by monitoring signal strength of distant VLF transmitter. ഡിസ്റ്റൻസ് VLF ട്രാൻസ്മിറ്ററിനെ മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് SID ഒക്കെ ചെയ്യുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാൻ പറ്റും. പെട്ടെന്നൊരു സിഗ്നൽ ഫെയ്ഡ് ഔട്ട് ആവുക, അപ്പോൾ അതിനുള്ള റീസൺ എന്തായിരിക്കും, SID ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അയണോസ്ഫിയറിക് സ്റ്റോംസ് ആണ്. സോളാർ ആക്ടിവിറ്റി സച്ച് ആസ് ഫ്ലയേഴ്സ് ആൻഡ് കൊറോണൽ മാസ് ഇജെക്ഷൻസ് ഓഫൺ പ്രൊഡ്യൂസ് ലാർജ് വേരിയേഷൻ ഇൻ ദ പാർട്ടിക്കിൾ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻസിഡൻറ്റ് അപ്പോൺ ദ എർത്ത്. സച്ച് വേരിയേഷൻ ക്യാൻ ഇൻ ടേൺ lead to disturbances of the quiet-time magnetosphere and ionosphere. These disturbances when affecting the ionosphere are known as ionospheric storms. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണോസ്ഫിയറിൽ ഉണ്ടാവുന്ന സ്റ്റോംസ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസസ്, അതിനുള്ള റീസൺ എന്താ, സോളാർ ആക്ടിവിറ്റി സച്ച് ആസ് ഫ്ലയേഴ്സ് ആൻഡ് കൊറോണൽ മാസ് എജെക്ഷൻ. അതെങ്ങനെയാണെന്നുള്ളതാണ് പോയിൻറ്റ്സ് പറഞ്ഞത്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. A turbulence in the F region of the ionosphere, usually due to sudden burst of radiation from the sun. It tends to generate large disturbances in ionospheric density distribution, total electron content and ionospheric current system. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാ? Ionospheric storms have important terrestrial consequences such as disrupting satellite communications and interrupting the flow of electrical energy over power grids. ഇതൊക്കെയാണ് അതിൻ്റെ ടെറസ്ട്രിയൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. They also provide the most challenging conditions under which accurate assessment of the vertical delay calibrations. Such storms are triggered by enhanced flux of energetic electrons that are emitted at a large level by the sun. Storms have important terrestrial consequences such as disrupting satellite communication and interrupting the flow of electrical energy over power grids. Terrestrial consequences ആണിത് പറഞ്ഞത്. Then they also provide the most challenging conditions under which accurate assessment of the vertical delay calibrations.
അപ്പോൾ ഇത്രയാണ് ടെറസ്ട്രിയൽ കോൺസിക്വൻസസ് ഓഫ് അയണോസ്ഫിയറിക് സ്റ്റോംസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അറ്റ്മോസ്ഫിയറിക് ടൈഡ്സ് ആണ്. Atmospheric tides are global scale periodic oscillations of the atmosphere. In many ways they are analogs to ocean tides. നമ്മൾ ഓഷ്യൻ ടൈഡ്സ് പോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഗ്ലോബൽ സ്കെയിൽ പീരിയോഡിക് ഓസിലേഷൻസിനെയാണ് എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് ടൈഡ്സ് എന്ന് പറയുന്നത്. ടൈഡ്സ് ആൻഡ് വിൻഡ്സ് ആർ കോമൺ ഇൻ അറ്റ്മോസ്ഫിയർ. സോളാർ ടൈഡ് effects are more pronounced. The winds in the atmosphere are caused by the tides. The presence of ionospheric winds are due to the motion of turbulence in F2 layers. Atmospheric tides can be excited by the regular day-night cycle in the sun's heating of the atmosphere, then the gravitational field pull of the moon, non-linear interactions between tides and planetary waves, large-scale talon heat released due to deep convection in the tropics. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക അറ്റ്മോസ്ഫിയറിക് ടൈഡ്സിൽ. നെക്സ്റ്റ് ഈസ് വിസിലർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ദാറ്റ് ഒക്കേഷണലി ഈസ് ഡിറ്റക്റ്റഡ് ബൈ എ സെൻസിറ്റീവ് ഓഡിയോ ആംപ്ലിഫയർ ആസ് എ ഗ്ലൈഡിംഗ് ഹൈ ടു ലോ ഫ്രീക്വൻസി സൗണ്ട്. ഓക്കെ, ഇനീഷ്യലി വിസിലേഴ്സ് ലാസ്റ്റ് അബൌട്ട് ഹാഫ് എ സെക്കൻഡ് and they may be repeated at regular intervals of several seconds, growing progressively longer and fainter with time. നമ്മൾ സാധാരണ വിസിൽ സൗണ്ട് എന്നൊക്കെ പറയും പോലെ തന്നെ അതുപോലത്തെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് വിസിലർ എന്ന് പറയുന്നത്. ഒരു കുറച്ച് സെക്കൻഡ്സ് അതല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അത് ഹയർ ഫ്രീക്വൻസീസിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ദെൻ വിസിലേഴ്സ് പ്രൊപ്പഗേറ്റ് through the ionosphere, traveling along duct or regions of enhanced ionization, and they pass from one hemisphere to another along with Earth's magnetic field until they are reflected at the corresponding geomagnetic latitude in the opposite hemisphere. ഇത്രയാണ് വിസിലേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സൺ സ്പോട്സ്. One of the most notable occurrences on the surface of the sun is the appearance and disappearance of dark irregularly shaped areas known as sunspots. സണ്ണിൻ്റെ സർഫസിൽ കാണുന്ന ഒരു ഡാർക്ക് ഇറഗുലർ ഷേപ്ഡ് ഏരിയാസ് അതിനെ പറയുന്നതാണ് സൺസ്പോട്സ് എന്ന് പറയുന്നത്. സൺസ്പോട്സ് ആർ ബിലീവ്ഡ് ടു ബി കോസ്ഡ് ബൈ വയലൻറ്റ് എറപ്ഷൻസ് ഓൺ ദ സൺ ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. റീസൺ പറയുന്നത് വയലൻ്റ് എറപ്ഷൻസ് ഓൺ ദ സണ്ണാണ്. ആൻഡ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദീസ് സൺസ്പോട്സ് കോസ് വേരിയേഷൻസ് ഇൻ ദ അയണൈസേഷൻ ലെവൽ ഓഫ് ദ അയണോസ്ഫിയർ. സൺസ്പോട്സ് ടെൻഡ് ടു അപ്പിയർ ഇൻ 2 cycles every 27 days ആൻഡ് every 11 years. 2 സൈക്കിളായിട്ടാണ് ഒക്കർ ചെയ്യാറ്. 27 days സൈക്കിളും 11 years സൈക്കിളും. ഇനി the increased number of sunspots means increased level of radiation. In turn, this means that there are greater levels of ionization in the ionosphere. Accordingly, this affects propagation of the high frequency band. It is found that the maximum frequencies that can be reflected are increased. At the sunspots, minimum frequencies of around 15 to 20 megahertz are normally supported during the day. However, at a maximum frequencies in excess of 60 megahertz may be affected. Okay. ഇതാണ് സൺസ്പോട്ടിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡാർക്ക് റീജിയൻസ് അതിനെയാണ് നമ്മൾ സൺസ്പോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് അറ്റ്മോസ്ഫിയറിക് നോയ്സ്. ഇറ്റ് ഈസ് ദ റേഡിയോ നോയ്സ് കോസ്ഡ് ബൈ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സസ്, primarily lightning discharges in thunderstorms. On a worldwide scale, there are about 40 lightning flashes per second. That is approximately 3.5 million lightning discharges per day. Atmospheric noise എന്ന് പറയുന്നത് റേഡിയോ നോയ്സ് കോസ്ഡ് ബൈ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സ്. അതിനെയാണ് അറ്റ്മോസ്ഫിയറിക് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വേരിയേഷൻസ് ഇൻ ദ അയണോസ്ഫിയർ വരുന്നത്. നോർമൽ വേരിയേഷൻസ് അല്ലെങ്കിൽ റെഗുലർ വേരിയേഷൻസ് ആൻഡ് ഇറഗുലർ വേരിയേഷൻസ് ഓർ അബ്നോർമൽ വേരിയേഷൻസ് വരുന്നത്.